നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരിക്കൽ കെട്ടിയ താലി അഴിക്കാനുള്ള വഴി തേടിയാ ഇവിടേക്ക് വന്നത്. ഇപ്പൊ പറയുന്നു വീണ്ടും മാലയിട്ട് വിവാഹം കഴിക്കാൻ. ഇതാണോ ശാസ്ത്രികളുടെ പ്രതിവിധി? അതിൽ എന്തെങ്കിലും കാര്യമുണ്ടാവും. അല്ലാതെ ശാസ്ത്രികൾ അങ്ങനെയൊന്നും പറയില്ല. സർവജ്ഞാനിയാ ശാസ്ത്രികള്. ശാസ്ത്രികൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞോ? ഇവിടെ വന്ന് ഒന്നുകൂടി വിവാഹം കഴിക്കാനാണ് അയാൾ പറഞ്ഞു വിട്ടത്. എന്റെ ചോദ്യത്തിന് നീ മറുപടി പറ. ഒരിക്കലൊരു താലി കെട്ടിയതിന്റെ ശിക്ഷയാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. അത് ഒളിപ്പിക്കാൻ വേണ്ടി ഓടി 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 എനിക്ക് മടുത്തു. മനസ്സിലൊരു അഗ്നിപർവ്വതം പേറിയ ഇന്ന് ഞാൻ ജീവിക്കുന്ന. എനിക്കിതിന് കഴിയില്ല ലക്ഷ്മി. ഇനി നീ എന്റെ കഴുത്തിലോ ഞാൻ നിന്റെ കഴുത്തിലോ മാലയിടില്ല. ഇതിവിടെ അവസാനിപ്പിച്ച് നമുക്ക് ഉടനെ തിരിച്ചു പോവാം. എന്റെ ഒരു ദിവസം വെറുതെ വേസ്റ്റായി. ഇവൻ വണ്ടി കയറ്. വീട്ടിൽ ചെന്നിട്ട് എന്ത് പറയും? പൂജ ചെയ്തെന്ന് പറയണം. അപ്പൊ പരിഹാരം ഉണ്ടാവേണ്ടതല്ലേ? പരിഹാരമൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. നീ വാ, നമുക്ക് പോവാം. നിക്ക്. പോകുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇതിലൊന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞ ആളല്ലേ നിങ്ങള്? രണ്ടുപേരും മനസ്സുകൾ കൊണ്ട് ഒന്നിച്ചു ചേരാനും ജീവിക്കാനും ആഗ്രഹിക്കുമ്പോൾ നടത്തുന്ന ചടങ്ങിനെ മാത്രമേ വിവാഹമായിട്ട് കാണാൻ കഴിയൂ എന്ന് ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് നടന്ന ആളല്ലേ നിങ്ങള്? എന്നിട്ടിപ്പോ മാല ഇടുന്നതിൽ വിശ്വാസം വന്നു തുടങ്ങിയോ? അങ്ങനെയെങ്കിൽ ഒരു വർഷം മുമ്പ് നിങ്ങൾ താലി കെട്ടിയത് കല്യാണ നാടകമായി കരുതാൻ പറ്റില്ലല്ലോ. എന്താ ഇപ്പൊ മാറ്റി പറയാണോ? ഞാൻ അന്ന് പറഞ്ഞത് തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. പിന്നെന്തിനാ വല്ലാതെ ഭയപ്പെടുന്നേ? ഇവിടെ വെച്ച് പരസ്പരം മാലയിട്ടാൽ ആദ്യം ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമാവുമെങ്കിൽ എന്തുകൊണ്ട് ഒരു തവണ കൂടി അത് ആവർത്തിച്ചൂടാ? ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല. നിനക്ക് ഇതിലൊക്കെ ഒരുപാട് വിശ്വാസമാണ്. എന്റെ പ്രശ്നം അത് തന്നെയാ. നാളെ നീ ഇതിന്റെ പേരിലാവും പൂജകൾ ചെയ്യാൻ പോകുന്നത്. ആരും നടയിലില്ലാത്ത സമയം നമ്മൾ ആ ചടങ്ങ് പൂർത്തിയാക്കണം. ഇത് നിങ്ങളുടെയും ചേച്ചിയുടെയും വിവാഹത്തിന് വേണ്ടി ചെയ്യുന്ന പ്രായശ്ചിത്തമായി കരുതണം. എനിക്ക് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ കൂടെ ഞാൻ തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ ഈ പൂജയിൽ പങ്കു കൊണ്ടേ പറ്റൂ. നിങ്ങൾക്കതിന് കഴിയില്ലെങ്കിൽ നിങ്ങളങ്ങ് പൊക്കോ. ഞാൻ കൂടെ ഉണ്ടാവില്ല. ഇതൊരു വിവാഹമായി നിങ്ങൾ കാണുന്നത് തന്നെ തെറ്റ്. ഇതിനൊരു പരിഹാര ക്രിയയായി കാണാൻ നിങ്ങൾക്ക് എന്താ കഴിയാതെ പോന്നേ? ദേ, ഞാൻ മാല വാങ്ങാൻ പോവാം. നിങ്ങൾക്കതിന് കഴിയില്ലെങ്കിൽ എന്നെ കാത്തു നിൽക്കണ്ട, നിങ്ങൾ പൊക്കോളും. പക്ഷേ മംഗലശ്ശേരിയിലേക്ക് ഇനി ഞാൻ വരില്ല. മാലകളെല്ലാം നടക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ വഴിക്ക് അങ്ങ് പൊക്കോളാം. ദേവിയുടെ മുന്നിൽ വെച്ച് താലി കെട്ട് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ശിവന്റെ മുന്നിൽ വെച്ച് മാല ചാർത്ത്. എങ്ങനെ ഞാൻ ഇതിന് നിന്നു കൊടുക്കും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.